നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൗറീസിയോ പൊച്ചറ്റീനോയെ റയൽ മാഡ്രിഡ് അവരുടെ അടുത്ത കോച്ചാവാനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാർത്ത ESPN FC ഇന്നലെ പുറത്തുവിട്ടു. ഇന്നിപ്പോൾ എല്ലാ പ്രമുഖ ഫുട്ബോൾ ന്യൂസുകളിലും ഈ വാർത്തയുണ്ട്. യർഗൻ ക്ലോപ്പിൻ്റെ പേര് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അതുപോലെ പല പേരുകൾ, ഉനായി എമറിയുടെ പേര് നമ്മൾ കേട്ടു. ഇപ്പോഴിതാ മൗറീസിയോ പൊച്ചറ്റീനോയെ ഫ്ലോറന്റീനോ പെരസിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ESPN FC ഈ വാർത്ത കൊടുക്കുന്നത്. ESPN FCയുടെ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിലവർ പറയുന്നത് റയൽ മാഡ്രിഡ് ഹാവ് മൗറീസിയോ പൊച്ചറ്റീനോ ഓൺ ദി ഷോർട്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു റീപ്ലേസ് അൽവാരോ ആർബിലോവ എഹെഡ് ഓഫ് നെക്സ്റ്റ് സീസൺ, സോഴ്സസ് ടോൾഡ് ESPN. അടുത്ത സീസണിലേക്ക് അൽവാരോ ആർബിലോവ കോച്ചായി തുടരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഒരു ഹൈ പ്രൊഫൈൽ കോച്ച് വരും. അങ്ങനെ ഹൈ പ്രൊഫൈൽ കോച്ച് ആര് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ യർഗൻ ക്ലോപ്പിൻ്റെ പേരും പിന്നെ ഉനായി എമറിയുടെ പേരും ഒക്കെ കേട്ടുകൊണ്ടിരുന്നത്. അവിടേക്കാണിപ്പോൾ പൊച്ചറ്റീനോ കൂടി എത്തുന്നത്. സോഴ്സസ് ESPN FCയോട് പറഞ്ഞിരിക്കുന്നത് റയൽ മാഡ്രിഡ് ഡിഫറെൻറ്റ് കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പൊച്ചറ്റീനോയെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈലി റിഗാർഡഡ് ബൈ പ്രസിഡൻറ്റ് ഫ്ലോറന്റീനോ പെരസിന് വലിയ താല്പര്യം മൗറീസിയോ പൊച്ചറ്റീനോയിലുണ്ട്. സോ അദ്ദേഹത്തെ കോച്ചാക്കാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ, മൗറീസിയോ പൊച്ചറ്റീനോ നിലവിൽ അദ്ദേഹം USMNTയുടെ കോച്ചാണ്. ഒരുപക്ഷെ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം അവിടം വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ സ്വന്തമാക്കാനാണ് ഇപ്പോൾ എന്തായാലും ഉദ്ദേശിക്കുന്നത്. നേരത്തെ അദ്ദേഹം സ്പാനിഷ് ലാ ലീഗയിൽ എസ്പാനിയോളിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൽ സതാംപ്ടനെ പരിശീലിപ്പിച്ചു. ടോട്ടൻഹാം ഹോട്ട്സ്പറിനൊപ്പം മികച്ച റെക്കോർഡുണ്ടാക്കി. PSG പരിശീലിപ്പിക്കാൻ പോയി. ചെൽസിയെ കുറച്ചു കാലം പരിശീലിപ്പിച്ചു. അതിനുശേഷമാണ് 2024 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോയത്. മുൻ അർജൻറ്റീൻ താരമായിരുന്നു മൗറീസിയോ പൊച്ചറ്റീനോ. അർജൻറ്റീനക്കാരനായ പൊച്ചറ്റീനോ റയലിൻ്റെ കോച്ചാവുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.